അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി. അഭിനന്ദനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട സയ്യിദ് അഹമ്മദ് അലി ശിഹാബ്, ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തു തന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമാദരണീയനായ പ്രസിഡന്റും നമുക്ക് ഏവർക്കും ആദരണീയനും പ്രിയങ്കരനുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർകളെ, ഷെയ്ഖുൽ ജാമിയ പ്രൊഫസർ ഉസ്താദ് കെ ആലിക്കുട്ടി സാഹിബ് അവർകൾ, ഈജിപ്തിൽ നിന്നും ഇവിടെ എത്തിയ ഡോക്ടർ മുഹമ്മദ് അബു സയ്യിദ് അൽ അമീർ മഹ്മൂദ് അവർകളെ, ഉസ്താദ് എം ടി അബ്ദുൽ മുസ്ലിം അവർകൾ, ഷെയ്ഖുന കൊയ്യോട് പി ഉമർ മുസ്ലിം അവർകളെ, ജനാബ് പി കെ കുഞ്ഞാൽക്കുട്ടി സാഹിബ് അവർകൾ, ജനാബ് ഷർമാൻ അലി അഹമ്മദ് MLA ഫ്രം ആസാം, വേദിയിൽ ഉപേക്ഷിതരായിട്ടുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമാദരണീയരായ പണ്ഡിത ശ്രേഷ്ഠന്മാരെ, ഞാനിപ്പോഴും SKSF കാരനാണല്ലോ, എൻ്റെ സഹപ്രവർത്തകരായ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാർ, ഞാനിപ്പോൾ ഇങ്ങനെ മുന്നിലിങ്ങനെ അടുത്തിരിക്കുന്ന ആൾക്കാർ ഒക്കെ എന്നോട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ തന്നെ അതാ നോക്കിയത്. വേദിയിൽ ഉണ്ട്, പിന്നെ ഈ ഫ്രണ്ടിലിരിക്കുന്നവർ പലരും പല കാലങ്ങളിലായി ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവർ, നാട്ടിലുള്ളവരുണ്ട്, പ്രവാസികളുണ്ട്, ഇതര സംസ്ഥാനങ്ങളിലുള്ള അടക്കം വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഏതായാലും എല്ലാവരെയും കാണാനുള്ള ഒരു നല്ല അവസരമായിട്ട് കൂടി നമ്മുടെ ഈ മഹാസമ്മേളനം മാറിയിരിക്കുകയാണ്. മുമ്പ് നമ്മൾ ഭാരതപ്പുഴയുടെ തീരത്ത് വാദിനൂറിൽ ദശവാർഷികം ആഘോഷിച്ചു. അതിനുശേഷം പിന്നീട് സമർക്കന്ദിൽ തൃശ്ശൂരിൽ നമ്മൾ 20ാം വാർഷികം ആഘോഷിച്ചു. 25ാം വാർഷികം പോയത് 35ാം വാർഷികമാണ്. SKSFൻ്റെ വളർച്ച അതനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാന രംഗത്ത് ഒരു വലിയ അടയാളപ്പെടുത്തൽ തന്നെയാണ് SKSF എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത്. SKSFൻ്റെ മുദ്രാവാക്യങ്ങൾ അത് സമൂഹം ഏറ്റെടുത്തിട്ടുള്ള മുദ്രാവാക്യമാണ്. നമ്മളിപ്പോൾ 89 നമ്മളിപ്പോൾ ഇതിൻ്റെ തുടക്കം, പിന്നെ 90കളുടെ ആദ്യ ദശകത്തിൽ തന്നെ നമ്മൾ പറഞ്ഞത് തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പ് നമ്മൾ അന്ന് സമൂഹത്തിന് നൽകുകയുണ്ടായി. അത് SKSF അന്ന് മുന്നോട്ട് വച്ചപ്പോൾ കേരളത്തിലെ മത സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ സംഘടനകളൊക്കെ തന്നെ അത് ഏറ്റെടുത്തു. കേരളം ഭീകരവാദ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വളരാനുള്ള മണ്ണല്ല എന്ന് തുടക്കം തൊട്ട് തന്നെ SKSF പ്രഖ്യാപിച്ചതാണ്. അതിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് തീവ്രവാദ ഭീകരവാദ വർഗീയ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ ഇന്നും വേരോട്ടം ലഭിക്കാതെ പോയിട്ടുള്ളത്. പിന്നെ നമ്മൾ ആ കാലത്ത് തന്നെയാണ് ഈ മക്ബറകളൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ജീർണതകൾക്കെതിരെ ജിഹാദ് എന്നുള്ളൊരു പ്രഖ്യാപനം നമ്മൾ നടത്തി. അതിനുവേണ്ടി ക്ഷീണം നമ്മൾ പ്രവർത്തിക്കുകയുണ്ടായി. മക്ബറകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ജീർണതകൾക്കെതിരെ ശക്തമായി പൊരുതി മുന്നോട്ട് പോയ പ്രസ്ഥാനം കൂടിയാണല്ലോ നമ്മുടെ ഈ പ്രസ്ഥാനം. അപ്പം അതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് അടിയുറച്ച ആദർശം അതിൽ നമ്മൾ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. ആ ആദർശം സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഏത് കാര്യത്തിലും സംസ്ഥയുടെ ഇടപെടലുകൾ അതുണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നേരത്തെ ആദരണീയനായ ജിഫ്രി തങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ സംസ്ഥയുടെ ആശയാദർശങ്ങളെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് SKSF എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത്. നമ്മൾ ഇന്ത്യയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യ നവാബുമാരും പട്ടോടിമാരും ചക്രവർത്തിമാരും ഭരിച്ചിട്ടുള്ള മുസ്ലിം
ഇന്ത്യ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നൊരു ഭൂതകാലം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ചക്രവർത്തിമാർ, രാജാക്കന്മാർ, നവാബുമാർ, പട്ടോടിമാർ, അങ്ങനെയുള്ളൊരു ഭരണം നിലനിന്ന ഈ ഇന്ത്യ, ഇവിടെ ഒരുപാട് ഖുതുബ് ഖാനകൾ ഉണ്ടായിരുന്നു. വിദേശത്തു നിന്ന് പോലും അറിവ് നേടുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ഖുതുബ് ഖാനകളിലേക്ക്, ഇന്ത്യയിലെ വിവിധങ്ങളായിട്ടുള്ള സർവകലാശാല തുല്യമായ അറബിക് കോളേജുകളിലേക്ക് ഇതര രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ടും ആളുകൾ പ്രവഹിച്ചിരുന്നൊരു ഭൂതകാലം കൂടി നമുക്കുണ്ടായിരുന്നല്ലോ. ഇസ്ലാമിക പ്രബോധന മേഖലയിൽ സംസ്ഥാനമാണ് നമുക്ക് കാഴ്ചവെച്ചത്. ഇസ്ലാമിൻ്റെ അനുഷ്ഠാനങ്ങളും ആരാധനകളെയും കുറിച്ച് മാത്രമല്ല നമുക്ക് പഠിപ്പിച്ചു തന്നത്, പ്രബോധനത്തിൻ്റെ വിവിധ മാർഗങ്ങൾ കേരള ജമിയത്തുൽ ഉലമ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ സമർപ്പിച്ചു. അത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതുമല്ല, അത് കേരളത്തിന് പുറം സംസ്ഥാനങ്ങളിലും അത് എത്തിച്ചേർന്നു. ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലും സംസ്ഥയുടെ സന്ദേശങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിൽ സംസ്ഥയുടെ നേതൃത്വത്തിലുള്ള ദൈവ പ്രവർത്തനങ്ങൾ, മറ്റ് ദീനീയായിട്ടുള്ള കാര്യങ്ങൾ, അവയൊക്കെ തന്നെ വളരെ ഭംഗിയായി അവിടുത്തെ രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകളുടെ ആ സ്വീകാര്യത ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം. മദ്രസകൾ മുതൽ യൂണിവേഴ്സിറ്റി വരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദർശത്തിന് കീഴിൽ ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ച് വരുന്നുണ്ട്. ആരാധനാലയങ്ങൾ, ഇന്ത്യയിലുള്ള മുസ്ലിം ആരാധനാലയങ്ങൾ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ ഭരണാധികാര കാലത്ത് സ്ഥാപിക്കപ്പെട്ട ആരാധനാലയങ്ങൾ, അതല്ലാത്ത കാലങ്ങളിലും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ആരാധനാലയങ്ങൾ, ഇസ്ലാമികമായിട്ടുള്ള കലകൾ, ഇസ്ലാമികമായിട്ടുള്ള സാഹിത്യങ്ങൾ, കവിതകൾ, ഇവയെല്ലാം കൊണ്ട് ധന്യവും സമ്പന്നവുമായിരുന്നു ഇന്ത്യയിലെ ഭൂതകാലം എന്ന് നമുക്കറിയാം. ആ നല്ല കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അതുതന്നെയാണ് നമുക്കെന്നും ആവേശം പകരുന്നത്. പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നമുക്ക് നൽകിയത് എന്താണ്? ഇസ്ലാമിൻ്റെ തനിമയോടെയുള്ള വ്യക്തിത്വം ഒരു ശതകമായി നമുക്കിവിടെ കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കുകയാണ്. കേരളത്തിന് പുറത്തേക്ക് ഒരുപാട് പേര് സഞ്ചരിക്കാറുണ്ട്. അതിൽ പണ്ഡിതന്മാരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, സഞ്ചാര സാഹിത്യകാരന്മാരുണ്ട്, രാഷ്ട്രീയ നിരീക്ഷകന്മാരുണ്ട്, വിദേശ കാര്യ മേഖലകളിൽ വിദഗ്ധന്മാരുണ്ട്. പക്ഷെ അവരെല്ലാം പറയുന്ന ഏറ്റവും സുപ്രധാനമായിട്ടൊരു കാര്യമെന്നുള്ളത് 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടത്തിൽ ലോകത്തിന് ലഭ്യമായ ഇസ്ലാമിൻ്റെ തനിമയോടെയും വെണ്മയോടെയുമുള്ള ജീവിതം, അത് കാണാൻ നിങ്ങൾ കേരളത്തിലേക്ക് വരണം എന്നാണ് ആ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. അതിനു കാരണം ആ തനിമയും വെണ്മയും ഇവിടെ നിലനിർത്തുന്നതിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വഹിച്ചിട്ടുള്ള ആ ഒരു വലിയ പങ്കിനെക്കുറിച്ചാണ് ഒരുവിധ സംശയങ്ങൾക്കും ഇട നൽകാത്ത വിധത്തിൽ അവരൊക്കെ തന്നെ പറയാറുള്ളത്. അപ്പോൾ അത് നമുക്ക് നിലനിർത്തി തന്നു എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള തനിമയും വെണ്മയും. അത് ആലിമീങ്ങളിലൂടെ, സൂഫികളിലൂടെ, ഔലിയാക്കളിലൂടെ, വിഖ്യാതരായ മറ്റ് ശ്രേഷ്ഠ പുരുഷന്മാരിലൂടെ, സാദാത്യങ്ങളിലൂടെ അത് ഇന്ത്യൻ ജനതക്ക് അനുഭവിച്ചറിയുവാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്നാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ഇന്ത്യയിൽ നിന്ന് നമുക്ക് അശുഭകരമായിട്ടുള്ള പല കാര്യങ്ങളെയും നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ടല്ലോ. തങ്ങളിവിടെ സൂചിപ്പിച്ചു, ആരാധനാലയങ്ങൾ
ആ ആരാധനാലയങ്ങൾ ഓരോ മതങ്ങൾക്കും, ഓരോ മതവിശ്വാസം, ഓരോ മത സമൂഹത്തിനും അവരവരുടേതായിട്ടുള്ള ആരാധനാലയങ്ങളുണ്ട്. അത് ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്. ഓരോ മതവിഭാഗത്തിനും അവരുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ആരാധനകൾ ഇതൊക്കെ മുറുകെ പിടിച്ച് ജീവിക്കുവാനും അത് പ്രബോധനം നടത്തുവാനുമുള്ള സ്വാതന്ത്ര്യം, അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. ഒരു ആരാധനാലയത്തിൽ അവർ പുണ്യമായി കരുതുന്ന രീതിയിലുള്ള ആരാധനകളാണ് നടക്കേണ്ടത്. അതല്ലാതെ ഒരു ആരാധനാലയത്തിൽ മറ്റു മതങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളനുസരിച്ചുള്ള ആരാധനകൾ നടത്താനുള്ള സ്വാതന്ത്ര്യം നിയമപരമായിട്ട് തന്നെ അത് ഇന്ത്യ നൽകുന്നില്ല എന്നുള്ളതാണ്. ബാബരി മസ്ജിദ് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് തന്നെ ലോക്സഭ ഒന്ന് പാസാക്കി 1991 ആരാധനാലയങ്ങളുടെ കട്ട് ഓഫ് ഡേറ്റ് അത് 1947 ഓഗസ്റ്റ് 15 ഏത് വിധത്തിലാണോ ഉണ്ടായിട്ടുള്ളത് അത് തന്നെയാണ് ഓരോ ആരാധനാലയത്തിൻ്റെയും വ്യക്തിത്വം. അവിടെ മറ്റു രീതിയിലുള്ള പൂജകളോ ആരാധനകളോ അനുവദിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് ഇന്ത്യയിലെ നിയമമാണ്. പക്ഷെ ഇപ്പോൾ ആ നിയമം പോലും കാറ്റിൽ പറത്തപ്പെടുകയാണ്. ബാബരി മസ്ജിദിൽ അതാണല്ലോ. അവിടെ മറ്റു രീതിയിലുള്ള കർമ്മങ്ങൾക്ക്, ചടങ്ങുകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു. നിയമപരമായിട്ടുള്ള പരിരക്ഷ അതിനുണ്ടാകുന്നു. ഇതിൽ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ ചില്ലറയല്ല. പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യം എന്നുള്ളത് ലോകം ഏറെ ആദരിക്കുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടുള്ള രാജ്യമാണല്ലോ ഇന്ത്യ. വിവിധ മതവിഭാഗങ്ങൾ, നാനാത്വത്തിൽ ഏകത്വം, അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആദർശം തന്നെ. അതാണ് മറ്റു ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്. നിങ്ങളിൽ പലരും ലോകത്ത് പലയിടത്തും പോകുന്നവരാണല്ലോ. ഇന്ത്യക്കാരാണ് എന്ന് പറയുമ്പോൾ മറ്റുള്ള രാജ്യക്കാർ വളരെ സ്നേഹത്തോടെ നമ്മളോട് പെരുമാറുന്നു. ഇന്ത്യയിൽ എവിടെയാണെന്ന് അവർ ചോദിക്കും. പ്രത്യേകിച്ച് കേരള എന്ന് പറയുമ്പോൾ പല രാജ്യക്കാർക്കും അത് സുപരിചിതമായിരുന്ന ഒരു നാമമാണ്. ഫ്രം കേരള എന്ന് പറഞ്ഞ് അവർ നമ്മളോട് വളരെ സന്തോഷത്തോടെ ഇടപഴകാൻ മുന്നോട്ട് വരാറുണ്ട്. അതിവിടത്തെ സാമുദായിക സൗഹാർദ്ദം, ഇന്ത്യ പുലർത്തുന്ന സഹിഷ്ണുത, ഇതൊക്കെ കൊണ്ടാണ്. അതുതന്നെയാണ് ഇന്ത്യയെ വേറിട്ട് നിർത്തുന്നത്. പക്ഷേ ഇവിടെ ഇന്ത്യ ഭരിക്കുന്നവരുടെ തന്നെ പിന്തുണയോടെ വിവിധങ്ങളായിട്ടുള്ള അവകാശവാദങ്ങൾ ഇവിടെ പലരും മുന്നോട്ട് വെക്കുകയാണ്. അതൊക്കെ തന്നെ ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ അവിടെയാണ് ന്യൂനപക്ഷങ്ങൾ വേദനിക്കുന്നത്. ഭരണകൂടമാണ് അവരെ സംരക്ഷിക്കേണ്ടത്. ന്യൂനപക്ഷത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അത് ഭരണഘടനാപരമായിട്ട് തന്നെ ഗവൺമെൻറ്റിനുണ്ട്. പക്ഷെ ഗവൺമെൻറ്റിൻ്റെ തന്നെ പിന്തുണയോടെ ന്യൂനപക്ഷങ്ങളെ വേദനിപ്പിക്കുന്ന സമീപനങ്ങൾ രാജ്യത്തുണ്ടാകുമ്പോൾ അത് അങ്ങേയറ്റം ദുഃഖകരമാണ്. അതേ അവസരത്തിൽ അതിനെ ഫാസിസത്തെ മറ്റൊരു ഫാസിസ രൂപത്തിൽ എതിർക്കാനും നമുക്ക് അവകാശമില്ല. നേരത്തെ ജിഫ്രി തങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ അതിന് നിയമപരമായിട്ടുള്ള വഴികളുണ്ട്. ആ നിയമപരമായിട്ടുള്ള വഴികളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവയ്ക്കെതിരെ പ്രതികരിക്കുവാനുള്ള അവകാശവും നമുക്കുണ്ട് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. ഇവിടെ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഉണ്ട്. അത് പരസ്പരം കൊമ്പ് കോർക്കേണ്ടവരല്ല, പരസ്പരം മനസ്സിലാക്കേണ്ടവരാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷവും അങ്ങേയറ്റം സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയുമാണല്ലോ പ്രവർത്തിച്ചത്.
അതുകൊണ്ടാണല്ലോ ആ ഒരു ഒരുമയിൽ, ആ ഒരുമ നൽകിയ ശക്തി, അതിനെ മനസ്സിലാക്കിയിട്ടാണ് ബ്രിട്ടീഷുകാർക്ക് രാജ്യം വിട്ടുപോകേണ്ടി വന്നത്. അപ്പോൾ ആ ഒരുമയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആ ഒരുമയെ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾ അത് സമസ്ത കേരള ജമിയത്തുലമയെ സംബന്ധിച്ചിടത്തോളം സമസ്ത നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള അതാണ്. ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ശക്തിപ്പെടുത്താനുള്ള ആഹ്വാനമാണ് എപ്പോഴും സമസ്ത നമുക്ക് നൽകിയിട്ടുള്ളത്. അതിനു വേണ്ടിയുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ അംഗീകരിക്കുവാനും മതേതര രാഷ്ട്രീയത്തെ അംഗീകരിക്കുവാൻ എന്നും സമസ്ത മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത്തരം ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ, നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മളാരും ഒറ്റക്കൊരു തീരുമാനമെടുക്കാതെ നമ്മുടെ നേതൃത്വം, നമ്മുടെ പണ്ഡിത നേതൃത്വം അവരാലോചിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്, അവരാലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളെ നടപ്പാക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കതിൽ നിന്നൊക്കെ തന്നെ രക്ഷപ്പെടാനുള്ള മാർഗമായിട്ടുള്ളത്. പൂർവിക കാലം തൊട്ട് തന്നെ നമുക്കത് തുടരുവാൻ സാധിച്ചിരിക്കുന്നു. ഇനിയും നമ്മൾ അതിനെ തുടരുക. മറ്റാരെങ്കിലും, ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ, മറ്റാരെങ്കിലും മുന്നോട്ട് വെക്കുന്ന അജണ്ടകളുടെ പിറകെ പോയി നാശത്തിലേക്ക് പോകാൻ നമ്മൾ തയ്യാറായിക്കൂടാ. നമുക്ക് നമ്മുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്, പാരമ്പര്യങ്ങളുണ്ട്. മന്തുമുൽ ആവിലാണ് ഇങ്കുന്തു മുഅ്മിനീൻ, ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾ ദുഃഖിക്കരുത്. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുമ്പോൾ നമ്മൾ പിന്നെ എന്തിനാണ് വേദനിക്കുന്നത്? നമ്മുടെ ആ ഉറച്ച വിശ്വാസത്തിൽ, അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസത്തോടെ, ആ ദൃഢവിശ്വാസത്തോടെ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യ അതാണല്ലോ സുന്നത്ത് ജമാഅത്ത്. മനസ്സാ വാചാ കർമ്മണ, വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലും ചലനങ്ങളിലും വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക എന്നുള്ളത് തന്നെയാണല്ലോ സുന്നത്ത് ജമാഅത്ത്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. ഏറ്റവും നല്ല പ്രബോധനവും തന്നെയാണ്. ഏറ്റവും നല്ല ദഅവത്ത് എന്ത് എന്നുള്ളതിൻ്റെ ഉത്തരം പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാക്കിലും നോട്ടത്തിലും ചലനങ്ങളിലും, എന്തിന് പുഞ്ചിരിയിലും നമ്മൾ പിന്തുടരുക, അതിനെ സ്വീകരിക്കുക, അതിനെ പിൻപറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല പ്രബോധനം എന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ച് തന്നിരിക്കുകയാണ്. അതിവിടെ സ്പഷ്ടമായി നിലനിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും തന്നെ വേദനിക്കേണ്ടതില്ല. നമ്മളിങ്ങനെ കാലങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. കാലത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ മാറ്റങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. വിദ്യാഭ്യാസത്തിലൂടെ, ഗവേഷണങ്ങളിലൂടെ, ചിന്തകളിലൂടെ, സാംസ്കാരികമായിട്ടുള്ള മുന്നേറ്റങ്ങളിലൂടെ നമുക്ക് കാലത്തിൻ്റെ ഗതിവിഗതികളെ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി, ബയോടെക്നോളജി, അപ്പം അതൊക്കെ കഴിഞ്ഞ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണിത്. സൗദി പോലും ഒരു പൗരന് പൗരത്വം നൽകി, ഒരു റോബോട്ടിന് പൗരത്വം നൽകി. ആണോ പെണ്ണാണോ എന്ന് അറിഞ്ഞൂടെ, സോഫിയ എന്നാണ് അതിൻ്റെ പേര്. സൗദി അറേബ്യ ഈയിടെ ആ റോബോട്ടിന് പൗരത്വം നൽകുകയുണ്ടായി. റോബോട്ടുകളാണല്ലോ ഇപ്പോൾ രോഗം നിർണ്ണയിക്കുന്നത്, രോഗത്തിന് ചികിത്സ കുറിച്ച് കൊടുക്കുന്നത്, സർജറി നടത്തുന്നത് റോബോട്ടുകളാണ്. ഓട്ടോ പൈലറ്റ് വിമാനങ്ങളുണ്ട്, ഡ്രൈവർലെസ് കാറുകളുണ്ട്. നിങ്ങൾ ദുബായ് തെരുവിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒറ്റപ്പെട്ട വാഹനം ഇങ്ങനെ പോകുന്നതാണ്. വാഹനം എന്ന് പറഞ്ഞൂടെ, ചെറിയൊരു ഓട്ടോറിക്ഷൻ്റെയും വളരെ 3-1 വലിപ്പമുള്ള സാധനം. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ കാറ് പോകുമ്പോൾ പെട്ടെന്ന് മുന്നിൽ ഈ സാധനം വന്ന് നിൽക്കുന്നു.
അത് റോഡ് മുറിച്ച് കിടക്കുകയാണ്. മുറിച്ച് കിടന്നിട്ട് അത് തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു. സൂപ്പർ മാർക്കറ്റിൽ അപ്പോൾ ഇതിൻ്റെ മോണിറ്റർ ഉണ്ടാവും, സ്ക്രീൻ ഉണ്ടാവും. ആ സ്ക്രീനിൽ സാധനങ്ങളുടെ പേരൊക്കെ ഉണ്ടാവും. സൂപ്പർ മാർക്കറ്റുകാരൻ സാധനമൊക്കെ ഇതിൻ്റെ ആ പ്രത്യേകമായിട്ടുള്ളൊരു അറയിൽ വെച്ച് കൊടുക്കുന്നു, ഒരു ബട്ടൺ അമർത്തുന്നു. ഈ സാധനം എങ്ങോട്ടു നിന്നാണ് വന്നത് അങ്ങോട്ടേക്ക് തന്നെ പോകുന്നു, ഫ്ലാറ്റുകളുടെ മുമ്പിൽ നിൽക്കുന്നു, സാധനം അവിടെ എത്തിച്ചു കൊടുക്കുന്നു. അപ്പം ഈ രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, ശാസ്ത്രവും സാങ്കേതികവിദ്യയും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അത്തരം മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും കൂടുതൽ മുന്നോട്ട് പോകുവാൻ സാധിക്കണം. നമ്മളെ ചില അജണ്ടകളിൽ കെട്ടിയിട്ടുകൊണ്ട് നമ്മുടെ ചിന്തകളെ മരവിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ, അതൊരു അന്താരാഷ്ട്ര ലോബിയിങ്ങാണ്. നമ്മളതിനെ തിരിച്ചറിയണം. അങ്ങനെ ചില അജണ്ടകളിൽ കെട്ടിയിട്ട് കാലം കഴിക്കേണ്ടവരല്ല നമ്മൾ. ലോകത്തിന് കാലത്തിൻ്റെ സാധ്യതകളെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ് മഹത്തായ ദീനുൽ ഇസ്ലാം. സ്പെയിനിൽ നിന്ന് തുടക്കം കുറിച്ചത്, അത് പിന്നീട് ലോകോത്തരമായ സഞ്ചാരമാണ് അത് നടത്തിയത്. വിവിധ രാജ്യങ്ങളിലേക്ക് അത് വികസിച്ചു. അതിനെ പിന്തുടർന്നവർ, വിദ്യാഭ്യാസപരമായി ശാസ്ത്രീയമായി അതിനെ പിന്തുടർന്നവർ ലോകത്തെ വലിയ ശക്തികളായി എന്നുള്ളതാണ്. അവിടെ വേദനിപ്പിക്കുന്ന ഒന്നെന്നുള്ളത്, ഇതിൻ്റെയൊക്കെ ഉപജ്ഞാതാക്കളായിട്ടുള്ള മുസ്ലിങ്ങൾ അവരലസരായിട്ടോ അശ്രദ്ധരായിട്ടോ വഴിമാറിപ്പോയപ്പോൾ പിന്നെ അവിടെ വന്നത് അമേരിക്കയാണ്, അവിടെ ബ്രിട്ടനാണ്, ഫ്രാൻസാണ്, ജർമ്മനിയാണ്, ടോക്കിയോ ആണ്, ചൈനയാണ്. അവരെല്ലാം മുന്നേറിയത് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്ത പാഠങ്ങളെ അവർ ഉൾക്കൊള്ളാൻ തയ്യാറായത് കൊണ്ടായിരുന്നു. നമ്മളാകട്ടെ അലസതയോടെ ഭിന്നിച്ച് കലഹിച്ച് പരസ്പരം പല തട്ടുകളായി മാറിയപ്പോൾ നമ്മൾ സ്വയം പിറകോട്ട് പോവുകയാണ് ചെയ്തത്. ഈ ചരിത്ര പാഠങ്ങളെ മനസ്സിലാക്കി നമുക്ക് മുന്നേറണം. ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാഭ്യാസവും സാംസ്കാരിക ബോധവും ശാസ്ത്രീയമായിട്ടുള്ള മുന്നേറ്റങ്ങളും പുതിയ സാങ്കേതിക വിദ്യകളുടെ സാധ്യതകളും അതൊക്കെ SKSF വളരെ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ടല്ലോ. SKSFന് വിഭാഗങ്ങളില്ലാത്ത ഒന്നുമില്ല. ട്രെൻഡുണ്ട്, വിഹായുണ്ട്, ഇസ്തിഖാമയുണ്ട്, സൈബർ വിങ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ SKSF വളരെ ഊർജ്ജസ്വലമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആ രംഗത്ത് ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് മറ്റുള്ള സംഘടനകൾക്ക് മാതൃകയാകുവാനും SKSFന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ നമുക്കൊക്കെ തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ പുതിയ കാലഘട്ടത്തിന്, പുതിയ തലമുറയെ യഥാവഴി മുന്നോട്ട് കൊണ്ടുപോകുവാനും അപ്പോഴൊക്കെ തന്നെ നമ്മുടെ ആദർശത്തിൽ ഒരിഞ്ച് പോലും പിറകോട്ട് പോകാതെ ഉറച്ചു നിന്നുകൊണ്ടും മുന്നോട്ട് പോകുവാൻ നമ്മൾ തയ്യാറാകണം എന്ന് ഇവിടെ നിങ്ങളെ സ്നേഹബുദ്ധിയ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ പരിപാടികൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും വിജയങ്ങളും നേർന്നുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള പ്രതിഫലത്തെ അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹൃദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.